ഗ്രാമപഞ്ചായത്ത് പുത്തൻ കോളനിയിലെ കുടുംബങ്ങൾക്ക് നൽകിയ സ്ഥലത്തിന്റെ ആധാര കൈമാറ്റം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. 8 കുടുംബങ്ങൾക്കാണ് താമസ സ്ഥലത്തിന്റെ ആധാരം കൈമാറിയത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് മെല്ലുംപടി പുത്തൻ കോളനിയിലെ 8 കുടുംബങ്ങൾക്കാണ് സ്ഥലത്തിന്റെ ആധാരം കൈമാറിയത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും നിങ്ങളുടെ മെമ്പറും ആ വിഷയങ്ങളെല്ലാം ഇവിടെ പ്രതിപാദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ 25 വർഷമായിട്ട് നിങ്ങൾക്ക് രേഖകളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. 25 വർഷം മുമ്പ് പൈങ്കുറ്റി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഏറെ വിഭാഗക്കാരെ അവിടെ മാറ്റി പാർപ്പിച്ചത്. അതിനുശേഷം ആധാരം ലഭ്യമാവാതെ പോയ സാഹചര്യത്തിലാണ് പിന്നീട് ഇവിടെ ഒരു ഡോക്യുമെന്റ്സും ഉണ്ടാവാതിരുന്ന സമയത്ത് ഇതിന്റെ എല്ലാ തലങ്ങളിലും ഇതിന്റെ ആദ്യം മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് അതിന്റെ സർവേ പൂർത്തിയാക്കി അതിന്റെ വാല്യുവേഷൻ എടുത്ത് അതിനെ തൂക്കുവരവേത് തന്റെ പേരിൽ ചേർത്ത് ആധാരത്തിലേക്ക് എത്തി ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ രേഖകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. വർഷങ്ങളായി പുത്തൻ കോളനിയിലെ കുടുംബങ്ങൾ ആധാരമില്ലാത്തതിന്റെ പേരിൽ ദുരിതത്തിലായിരുന്നു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥലമാണ് 8 കുടുംബങ്ങൾക്കായി പഞ്ചായത്ത് ആധാരം ചെയ്ത് കൈമാറിയത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി എബ്രഹാം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനി ജിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. അത് സ്വന്തമായ സ്ഥലത്ത് ഒരു ഭവനം എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇരട്ടി കൊടുക്കണം. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. കാരണം വർഷങ്ങളായിട്ട് ഏകദേശം സൂചിപ്പിച്ചതുപോലെ 25 വർഷമായിട്ട് നിങ്ങൾ വീട് വെച്ച് അവിടെ താമസിക്കുന്നു. പക്ഷേ സ്വന്തം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും ലോണോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനോ നമുക്ക് ഉപകരിക്കാതെ ഒരു ഭവനവുമായിട്ട് നമ്മൾ അവിടെ ഇത് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം ഈ 25 വർഷക്കാലം നമ്മൾ അവിടെ കഴിയുകയായിരുന്നു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ കക്ഷി നേതാക്കൾ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.